evening, everyone. Welcome back to the Kutties World new episode. Happy ആണ് എല്ലാവരും? Yes, happy ആണ്. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. എല്ലാവരും ഒന്ന് ചിരിച്ചേ. ചെറുതായിട്ടല്ല, ഒന്ന് ഉറക്കെ ചിരിച്ചേ. യെസ്, അങ്ങനെ നന്നായിട്ടൊന്ന് ചിരിച്ചേ. യെസ്, എല്ലാ കുഞ്ഞുങ്ങളെയും കുട്ടീസ് വേൾഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു ദ വണ്ടർഫുൾ എപ്പിസോഡ് ഓഫ് കുട്ടീസ് വേൾഡ് സീസൺ 2. എങ്ങനെയുണ്ട് നമ്മുടെ കുട്ടീസ് വേൾഡ്? ഇഷ്ടപ്പെടുന്നുണ്ടോ? കുട്ടീസ് വേൾഡ് ആണ് ഇഷ്ടം അതോ എന്നെയാണോ ഇഷ്ടം? രണ്ടും ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ ഇന്നും നമുക്ക് ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ഒരുപാട് പ്രോഗ്രാം നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് വന്ന് വെക്കേഷനിലൂടെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ചെയ്ത്? കുറച്ചുപേരൊക്കെ നന്നായിട്ട് ഫുഡൊക്കെ അടിച്ചു, കുറച്ചുപേരൊക്കെ ഇങ്ങനെ യാത്ര ചെയ്തെന്നൊക്കെ തോന്നുന്നു, കുറച്ചുപേരൊക്കെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, കുറച്ചുപേരൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യും, ഡാൻസ് ഒക്കെ കളിച്ച് ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നു തോന്നുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത തിങ്കളാഴ്ച സ്കൂള് തുറക്കുകയല്ലേ. അയ്യോ, ഇനി സ്കൂളിൽ പോകണം, പഠിക്കണം, ടീച്ചേഴ്സ് പറയുന്നത് കേൾക്കണം. എനിക്കങ്ങ് വിഷമം വരുന്നു നിങ്ങളുടെ കാര്യം ഓർത്തിട്ട്. പക്ഷേ നന്നായിട്ട് പഠിച്ചാലേ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ. നന്നായിട്ട് പഠിച്ചാലേ നിങ്ങളുടെ ലൈഫ് എന്താകത്തുള്ളൂ, ഹൈ ലെവലിലൊക്കെ എത്താൻ പറ്റത്തുള്ളൂ. സോ നന്നായിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പൊ ഞാൻ ഒത്തിരി പറഞ്ഞിങ്ങനെ ബെഡായി അടിക്കുന്നില്ല. നമ്മുടെ കുട്ടീസ് വേൾഡിന്റെ സോങ് ഓഫ് വേവ്സിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ന് സോങ് ഓഫ് വേവ്സിൽ നിങ്ങളുടെ മുൻപിൽ വരുന്നത് നമ്മുടെ ബ്ലെസൻ അങ്കിൾ ആണ്. അപ്പോൾ ബ്ലെസൻ അങ്കിളെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. സോങ് ഓഫ് വേവ്സിൽ മനോഹരമായ ഒരു പാട്ട് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ബ്ലെസൻ കുമ്പനാട് ഓൺ ദി സ്റ്റേജ്. ഹലോ കുട്ടീസ് വേൾഡിലെ കൂട്ടുകാരെ, എന്തുകൊണ്ട് വിശേഷങ്ങൾ? നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നോ? ഓക്കെ, സോങ് ഓഫ് വേവ്സിലേക്ക് നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊരു മനോഹരമായ പാട്ട് നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ പോവുകയാണ്. ഇന്നത്തെ നമ്മുടെ തീം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? ഓർമ്മയുണ്ടോ? ഓക്കെ, ഇന്നത്തെ നമ്മുടെ തീമാണ് വി ആർ ദ ക്രിയേഷൻ ഓഫ് ഗോഡ്. ഓക്കെ, അപ്പോൾ സാംസ് 139:14 സങ്കീർത്തനങ്ങൾ 139 14 വാക്യമാണ്. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഓക്കെ, അപ്പം നമ്മളെല്ലാവരും ആരുടെ ക്രിയേഷനാണ്? ആരുടെ സൃഷ്ടിയാണ്? യേശുപ്പച്ചൻ്റെ സൃഷ്ടിയാണ്. അപ്പം നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാൻ പോവാണ്? മനോഹരമായ ഒരു ഹിന്ദി പാട്ടാണ് പഠിക്കാൻ പോകുന്നത്. യെസ്, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒത്തിരി പേര് സന്തോഷത്തോടെ അവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ. ഹിന്ദി പാട്ടെന്ന് പറഞ്ഞപ്പം ഒരു ഇച്ചിരി കൂടെ സന്തോഷം. അപ്പം വ്യത്യസ്തമായ മനോഹരമായ ഒരു ഹിന്ദി പാട്ട് നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ റെഡിയാണോ? ഒന്ന് പറഞ്ഞേ, ആർ യു റെഡി? ഓ യെസ്, പാട്ടിലേക്ക് നമുക്ക് പോകുന്നു. റെഡി, 1 2 3 ആൻഡ് ഗോ. കമോൺ, എല്ലാവരും കൂടെ ഒരുമിച്ച് കൈയും അടിച്ചേ. കമോൺ. നല്ല സന്തോഷത്തോടെ ഒരുമിച്ച് കൈയടിക്കുന്നു. बच्चे हैं यीशु के प्यारे बच्चे हैं, यीशु के जैसा रहो प्यारे बच्चे हैं. बच्चे हैं यीशु के प्यारे बच्चे हैं, यीशु के जैसा रहो प्यारे बच्चे हैं. यीशु के आँख जैसा मेरा आँख है, यीशु के हाथ जैसा मेरा हाथ है, यीशु के पैर जैसा मेरा पैर है. क्योंकि यीशु का जीवन मेरा जीवन है, क्योंकि यीशु का जीवन मेरा जीवन है. तो चिल्ला 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 रे, तो गुल्ला 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 रे. तो चिल्ला 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 रे, तो गुल्ला 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 रे. नाचो 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 झूमो रे. धन्य कहो यीशु मसीह की, धन्य कहो यीशु मसीह की, धन्य कहो यीशु मसीह की. നന്നായിട്ടൊന്ന് കൈയൊക്കെ അടിച്ചേ. കമോൺ. बच्चे हैं यीशु का मूल्य बच्चे हैं,
यीशु का नंबर 1 सुपर बच्चे हैं यीशु का मूल्य बच्चे हैं यीशु का नंबर 1 सुपर बच्चे हैं तो चिल्ला 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 रे तो गुल्ला 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 रे तो चिल्ला 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 रे तो गुल्ला 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 रे नाचो 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 झूमो रे धन्य कहो यीशु मसीह की धन्य कहो यीशु मसीह की धन्य कहो यीशु मसीह की യെസ് എങ്ങനെയുണ്ടായിരുന്നു പാട്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? മനോഹരമായ ഒരു ഹിന്ദി പാട്ടാണ് നമ്മളിപ്പോൾ പാടിയത്. എത്ര പേർക്ക് ഹിന്ദി അറിയാം? നിങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു ലാംഗ്വേജ് ആണ് അല്ലേ? ഹിന്ദിയൊക്കെ നന്നായി പഠിക്കുന്നവരാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥമൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ? ബച്ചേ ഹേ ഈശു കെ പ്യാരെ ബച്ചേ ഹേ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കുഞ്ഞുങ്ങൾ ആരുടെ കുഞ്ഞുങ്ങളാണ്? യേശുപ്പച്ചൻ്റെ ഏറ്റവും സ്നേഹമുള്ള കുഞ്ഞുങ്ങളാണ്. ആ പാട്ടിൻ്റെ അകത്ത് നമ്മുടെ ആ തീമുമായി ബന്ധപ്പെട്ട് പറയുന്നത് വി ആർ ദ ക്രിയേഷൻ ഓഫ് ഗോഡ്. നമ്മൾ യേശു കർത്താവിൻ്റെ ദൈവത്തിൻ്റെ ക്രിയേഷനാണ്, സൃഷ്ടിപ്പാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവം എങ്ങനെയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്? നമ്മുടെ കൈകളൊക്കെ എങ്ങനെയാണ്? യേശുപ്പച്ചൻ്റെ കൈകൾ പോലെ. നമ്മുടെ കണ്ണുകൾ എങ്ങനെയാണ്? യേശുപ്പച്ചൻ്റെ കണ്ണുകൾ പോലെ. നമ്മുടെ കാലുകൾ എങ്ങനെയാണ്? യേശുപ്പച്ചൻ്റെ കാലുകൾ പോലെ. അപ്പോൾ തന്നെ അതിൻ്റെ അകത്ത് അടുത്തൊരു വരി പറയുന്നുണ്ട്, ബച്ചേ ഹേ യേശു കെ മൂല്യ ബച്ചേ ഹേ. ഏറ്റവും മൂല്യമുള്ള, ഏറ്റവും വിലയുള്ളവരാണ് നമ്മൾ അല്ലേ? കാരണം എന്താ? വി ആർ ദ ക്രിയേഷൻ ഓഫ് ഗാഡ്. യെസ്. അപ്പോൾ നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. നമ്മളെല്ലാവരും കൂടെ ചാടി, നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് ചാടി എഴുന്നേറ്റ്. നിങ്ങൾ അവിടെ ഇരുന്നല്ല ഇത് കാണുകയും കേൾക്കുകയും ചെയ്യേണ്ടത്. ചാടി എഴുന്നേറ്റ് നമുക്കിതിൻ്റെ നല്ല ആക്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുമിച്ച് നിങ്ങൾ ഇരിക്കുന്നിടത്തെല്ലാം കൂടെ ചാടി എഴുന്നേറ്റ് ഈ പാട്ട് ഒന്നുകൂടെ നമ്മൾ ഒരുമിച്ച് പാടാൻ പോവാണ്. നിങ്ങൾ റെഡിയാണോ? ഒന്നുകൂടെ പറഞ്ഞേ, ആർ യു റെഡി? ഓ യെസ്. പാട്ടിലേക്ക് നമ്മൾ വീണ്ടും പോന്നു. റെഡി? 1 2 3 ഗോ. बच्चे हैं यीशु के प्यारे बच्चे हैं यीशु के जैसा रहो प्यारे बच्चे हैं बच्चे हैं यीशु के प्यारे बच्चे हैं यीशु के जैसा रहो प्यारे बच्चे हैं यीशु के आँख जैसा मेरा आँख है यीशु के हाथ जैसा मेरा हाथ है यीशु के पैर जैसा मेरा पैर है क्योंकि यीशु का जीवन मेरा जीवन है क्योंकि यीशु का जीवन मेरा जीवन है तो चिल्ला 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 रे तो गुल्ला 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 रे तो चिल्ला 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 रे तो गुल्ला 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 रे नाचो 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 झूमो रे धन्य कहो यीशु मसीह की धन्य कहो यीशु मसीह के धन्य कहो यीशु मसीह के बच्चे हैं यीशु का मूल्य बच्चे हैं यीशु का नंबर 1 सुपर बच्चे हैं बच्चे हैं यीशु का मूल्य बच्चे हैं यीशु का नंबर 1 सुपर बच्चे तो चिल्ला 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 रे तो गुल्ला 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 रे तो चिल्ला 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 रे तो गुल्ला 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 रे नाचो 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 झूमो रे धन्य कहो यीशु मसीह की धन्य कहो നല്ല എൻജോയ് ചെയ്ത് धन्य कहो यीशु मसीह की 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 യെസ് ഒരുമിച്ച് പറയുന്നു ജയ് നിൽക്കുന്നിടത്ത് നിങ്ങളൊന്ന് പറഞ്ഞേ ബോലോ യേശു മസീഹ് കീ ജയ് ഒന്നുകൂടെ പറഞ്ഞു ബോലോ യേശു മസീഹ് കീ ജയ് ഓക്കെ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരുന്നോ യെസ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു അല്ലേ അപ്പം ഈ പാട്ട് നിങ്ങൾ ഇനിയും പഠിക്കണം എന്നൊക്കെ താല്പര്യം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അല്ലേ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് XLVBSൻ്റെ യൂട്യൂബ് പേജിൽ ചെന്ന് ഈ പാട്ടിൻ്റെ ആദ്യ വരികൾ ഫസ്റ്റ് ആ ലൈനുകൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ പാട്ട് കാണാനും ഇതിൻ്റെ ആക്ഷനും ഒക്കെ കാണാൻ കഴിയും ഓക്കെ അപ്പം നിങ്ങൾ മനോഹരമായി ഈ പാട്ട് പഠിക്കണം ഇനിയും മനോഹരമായ പാട്ടുകളുമായി ഞങ്ങൾ വീണ്ടും വരും അപ്പോൾ താങ്ക് യു ബൈ ബൈ Yes!
യെസ്, പാട്ടൊക്കെ ഉണ്ട്. ഞാൻ ആ പാട്ട് പെട്ടെന്ന് പഠിച്ചു. ഞാൻ ഒന്ന് പാടിക്കോട്ടെ. तो चिल्ला 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 रे, तो गुल्ला 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 रे, तो चिल्ला 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 रे, गुल्ला गुल्ला रे. पाठ इഷ്ടപ്പെട്ടോ? ഹിന്ദി പാട്ടായിരുന്നു. कितना लोग को हिंदी मालूम है? मेरे को मालूम है. നിങ്ങൾക്ക് ഹിന്ദി അറിയാലേ? ഹിന്ദി ഹമാരാ നാഷണൽ ലാംഗ്വേജ്. അപ്പൊ ഹിന്ദിയൊക്കെ നിങ്ങൾ പഠിക്കുക. ഹിന്ദി ഭാഷയൊക്കെ പഠിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ചില സ്ഥലങ്ങളിലൊക്കെ പ്രയോഗിക്കാം. നല്ലൊരു പാട്ട് പഠിപ്പിച്ചാൽ നമ്മുടെ ബ്ലസ്സിനങ്ങൾ നല്ലൊരു കൈഡി എടുത്താട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സോ മച്ച്. ഇനി ഞങ്ങൾക്ക് വേണ്ടി പാട്ടൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി വീണ്ടും വരണേ ബ്ലസ്സിനങ്ങളെ. കേട്ടോ? ടാറ്റാ. ഓക്കെ, അപ്പോൾ ബ്ലസ്സിനങ്ങളുടെ മനോഹരമായ ഒരു പാട്ട് നമ്മൾ കേട്ടു. ഇനി നമ്മൾ ലിവിംഗ് ബേർഡ്സ് കാണാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് ലിവിംഗ് ബേർഡ്സ് നമുക്ക് വേണ്ടി പറയാൻ പോകുന്നത് ഏഞ്ചൽ ചേച്ചിയാണ്. സോ ഇൻവൈറ്റ് ചെയ്യാം നമുക്ക് ഏഞ്ചൽ ചേച്ചിയെ. വെൽക്കം ഏഞ്ചൽ ചേച്ചി. പെട്ടെന്ന് ഓടി വായോ, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുക. വാ 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 വാ. ഹായ് കൂട്ടുകാരെ, ഞാനിന്നൊരു കഥ പറയാൻ പോവാണേ. നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കണേ. ഇന്ന് ഞാൻ ഏബൽ മോന്റെ കഥ പറയാൻ പോവാ. അന്ന് ഒരു ദിവസം ഏബൽ മോൻ സ്കൂളിലേക്ക് വേണ്ടി രാവിലെ ഒരുങ്ങുമായിരുന്നേ. ഒരുങ്ങിക്കഴിഞ്ഞ് നല്ല കുട്ടപ്പനായിട്ട് ഒരുങ്ങി സ്കൂളിലോട്ട് നടന്നു പോവുകയായിരുന്നു. അപ്പോഴാണ് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞപ്പം അവൻ്റെ അതേ യൂണിഫോം ഇട്ട ഒരു കുട്ടി അവിടെ സൈഡിൽ നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ എന്തേ അവന് എല്ലാം ഭയങ്കര പരിഭ്രമിച്ചു നിൽക്കുന്നു. എനിക്കൊന്നും മനസ്സിലാത്ത പോലെ, ഇങ്ങനെ ആ മോനെ ഒന്നും എന്തോ ചെയ്യേണ്ടതെന്ന് അറിയാത്ത പോലെ. അപ്പോൾ എന്തോ സെയിം യൂണിഫോം ഇട്ടിരിക്കുന്ന കണ്ടുകൊണ്ട് എന്ത് ചെയ്തു, നമ്മുടെ ഏബൽ മോന് ആ കുട്ടിയെടുത്ത് ചെന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി, എന്താ ഇങ്ങനെ ഇവിടെ നിൽക്കുന്നേ? അപ്പം പറഞ്ഞു, ഞാൻ ഇവിടുത്തെ ന്യൂ സ്റ്റുഡൻറ്റാ, എനിക്കിവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്, എൻ്റെ ക്ലാസ് എവിടാന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ ക്ലാസ് റൂമിൽ ഞാൻ ഏത് ഗ്രേഡിലാണ് പഠിക്കുന്നതെന്ന് മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഓക്കെ കൂട്ടുകാരൻ, കുഴപ്പമില്ല, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ആ മോൻ്റെ ആ ഒരു കൈൻഡ് കാരണം, അവൻ്റെ ആ പുഞ്ചിരിയോടുള്ള അവനോടുള്ള ആ സംസാരം കണ്ടപ്പോൾ അവനങ്ങ് ഇച്ചിരിയെങ്കിലും ആശ്വാസമായി. അപ്പോൾ ഏബൽ മോൻ അവനെ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുപോയി. അവൻ്റെ ക്ലാസ് കാണിച്ചു കൊടുത്തു, അവൻ്റെ ടീച്ചേഴ്സ് ഏതാന്ന് പറഞ്ഞു കൊടുത്തു, ഫ്രണ്ട്സിനെ കാണിച്ചു കൊടുത്തു. ഉച്ചയ്ക്ക് അവർ ഒരുമിച്ചിരുന്ന് ലഞ്ച് കഴിച്ചു. അതോടൊപ്പം ഫുട്ബോൾ, ക്രിക്കറ്റ് എല്ലാം അവനെ ഒരുമിച്ച് ചേർത്ത് നിർത്തി അവരെല്ലാം ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് നേരം എന്ന് വെച്ചാൽ വൈകുന്നേരം സ്കൂളെല്ലാം ബെല്ലടിച്ച് വിടാറായപ്പോൾ അവനോട് പറഞ്ഞു, എടാ ഏബലെ, നീ എൻ്റെ കൂടെ ഇന്ന് ഒരു ഫുൾ ഡേ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഒരാശ്വാസം ഉണ്ടായിരുന്നു. നീ എന്നോട് കാണിച്ച ആ ഒരു ദയ ഞാൻ ഒരിക്കലും മറക്കത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഏബൽ മോന് അന്ന് മനസ്സിലായി, നമുക്ക് ദയ എന്ന് പറയുന്നത് എന്താ, ഇല്ലാത്തവന് കൊടുക്കുന്നത് മാത്രമല്ല ദയ. ഒരാളെ കാണുമ്പോൾ ചിരിച്ചുകൊണ്ട്, എടാ മോനെ ഞാൻ കൂടെ ഉണ്ട് കേട്ടോ, കുഴപ്പമില്ല, ഞാൻ ഹെൽപ്പ് ചെയ്യാവേ, അങ്ങനെ പറയുമ്പം തന്നെ ഏതാണ്ട് അതും ഒരു ദയയാണ്. നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കൂട്ടുകാർ ഏതെങ്കിലും വിഷയത്തിന് മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവനെ അടുത്ത് വിളിച്ചിട്ട്, എടാ ഞാൻ പഠിപ്പിച്ചു തരാം, ഈ സംഭവം ഇതാണ് തെറ്റിപ്പോയത്, കുഴപ്പമില്ല, ഞാൻ ഹെൽപ്പ് ചെയ്ത് തരാം. ഇപ്പോൾ വീക്കായിട്ട് നിൽക്കുന്ന സ്റ്റുഡൻസിനെ നിങ്ങൾ എൻകറേജ് ചെയ്യണം. ചിലപ്പോൾ അവന് പഠിക്കാൻ ചിലപ്പോൾ ബുദ്ധിയില്ലായിരിക്കും, ഒന്നും ചെയ്യാൻ അറിയത്തില്ലായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം കൂട്ടുകാർ, നിങ്ങൾ അവരുടെ അടുത്ത് ചെന്ന് ഹെൽപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എൻ്റെ കൊച്ചു കൂട്ടുകാർ ഇത് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുമോ നിങ്ങൾ? അപ്പോൾ ഇത് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് സ്റ്റോറി വരുന്നിടക്കും വരെ സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് എപ്പിസോഡ്. ബൈ. എങ്ങനെയുണ്ടായിരുന്നു ലിവിംഗ് ബേർഡ്സ്? ഇഷ്ടപ്പെട്ടോ? ഏഞ്ചൽ ചേച്ചി നന്നായിട്ട് നിങ്ങളെ പഠിപ്പിച്ചു, നന്നായിട്ട് നിങ്ങൾക്ക് കഥയൊക്കെ പറഞ്ഞു തന്നു. ഏഞ്ചൽ ചേച്ചി പറയുമ്പോൾ നല്ല സ്വീറ്റ് ആയിട്ടാണ് ചേച്ചി ഓരോ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. ഐ തിങ്ക് ലൈക്ക് എ ചൈൽഡ്, ബിക്കോസ് കുഞ്ഞുങ്ങളൊക്കെ പറയുന്ന പോലെ അങ്ങനൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഏഞ്ചൽ ചേച്ചി നന്നായിട്ട് ഡാൻസ് ഒക്കെ കളിക്കും. HLBBSന്റെ എല്ലാ വർഷത്തെ BBSന്റെ ആക്ഷനൊക്കെ കളിക്കുന്ന ചേച്ചിമാരിൽ ഒരാളാണ് ഏഞ്ചൽ ചേച്ചി. കൂടാതെ ഒത്തിരി ചേച്ചിമാരുണ്ട്, നമുക്ക് അവരെയൊക്കെ വഴിയെ കാണാം. സോ ഏഞ്ചൽ ചേച്ചി, താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു കേട്ടോ, നല്ല ലിവിംഗ് ബേർഡ്സ് ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നതിന്. ഇനി നമ്മൾ മനോഹരമായ ജേർണി ഓഫ് ഫെയ്ത്തിലേക്ക് പോവുകയാണ്. നമ്മൾ പാട്ടുകളും ആക്ഷനും ഒക്കെ മാത്രമല്ല, മിഷണറി സ്റ്റോറീസ് ഒക്കെ നിങ്ങൾക്ക് വളരെ ഇൻസ്പയർഡ് ആകുന്നു ഞങ്ങൾക്ക് അറിയാം. സോ ജേർണി ഓഫ് ഫെയ്ത്തിൽ ഇന്ന് മനോഹരമായ ഒരു സ്റ്റോറി പറയാൻ വേണ്ടി നമ്മുടെ മെർലി ചേച്ചി റെഡി ആയിട്ടിരിക്കുകയാണ്. മെർലി ചേച്ചി, വെൽക്കം. ഹായ് കൂട്ടുകാരെ, ഞാൻ പുതിയൊരു മിഷണറി സ്റ്റോറി ആയിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഗ്ലാഡിസ് അയൽവാഡ് എന്ന് പറഞ്ഞൊരു മിഷണറിയുടെ കഥ കേട്ടാലോ? ഗ്ലാഡിസ് അയൽവാഡ് ലണ്ടൻ എന്ന രാജ്യത്തായിരുന്നു ജനിച്ചത്. ഗ്ലാഡിസിന് ചൈനയിൽ മിഷണറി ആയിട്ട് പോകാൻ ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ ഒരിക്കൽ ചൈനയിൽ പോകാൻ വേണ്ടി ചൈന ഇൻലൻഡ് മിഷനിലേക്ക് താൻ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു. അങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്ത്
ഇങ്ങനെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തോ റിജക്റ്റ് ചെയ്യുന്നോ അറിയാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ ദൈവത്തോടൊക്കെ പ്രാർത്ഥിച്ച്, ദൈവമേ എനിക്ക് ചൈനയിൽ പോകണം, അവിടെ ഒത്തിരി കുഞ്ഞുങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുണ്ട്, എനിക്ക് അവിടെ കടന്നു പോകണമെന്നൊക്കെ പറഞ്ഞ് ഗ്ലാഡിസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ മിഷൻ ഫീൽഡിൽ നിന്ന് വിളിച്ചു. അവർ പറഞ്ഞു, നിനക്ക് ഗ്ലാഡിസിൻ്റെ ഡിഗ്രി ഒന്നുമില്ല, സ്റ്റഡീസ് ഒന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളവിടെ പറഞ്ഞു വിടാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് അവളുടെ ആപ്ലിക്കേഷൻ അവിടെ റിജക്റ്റ് ചെയ്തു. അങ്ങനെ അവൾ എങ്ങനെയും എനിക്ക് ചൈനയിൽ പോയേ പറ്റത്തുള്ളെന്ന് പറഞ്ഞ് അവൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരിക്കൽ അവൾ ലണ്ടനിൽ നിന്ന് ചൈനയിലേക്ക് ട്രെയിൻ വഴി കടന്നു പോകാൻ അവൾ തീരുമാനിച്ചു. അങ്ങനെ കടന്നു പോകുന്നത് റഷ്യ വഴിയായിരുന്നു. റഷ്യ വഴി കടന്നു പോകുന്നത് കൊണ്ട് ഒത്തിരി അന്ന് റഷ്യയിൽ വാർ നടക്കുന്ന സമയം, അതുകൊണ്ട് ഒത്തിരി പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായി. എന്നിട്ടും ആ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്ത് അവൾക്ക് ചൈനയിൽ എത്തിച്ചേരാൻ സാധിച്ചു. അങ്ങനെ ചൈനയിൽ എത്തിച്ചേർന്നപ്പം അവൾക്ക് ചൈനീസ് ഭാഷയോ അവിടെയുള്ള ആരും അവൾക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ അവൾ അവിടുത്തെ സ്ട്രീറ്റിലെല്ലാം കറങ്ങി നടന്ന് ഒരു സത്രത്തിലെത്തി. അവിടെ സത്രം എന്ന് വെച്ചാൽ ഈ ഡ്രൈവേഴ്സിനെയൊക്കെ പാർപ്പിക്കുന്ന സ്ഥലമായിരുന്നു. അവിടെ ജെയിനി എന്ന് പറഞ്ഞൊരു കുട്ടിയെ പരിചയപ്പെട്ടു. ആ കുട്ടിയുമായിട്ട് ഗ്ലാഡിസ് പരിചയപ്പെടുകയും അവിടെ താമസിച്ചോട്ടെ എന്ന് ചോദിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ജെയിനിയുടെ കൂടെ ഒത്തിരി നാൾ അവിടെ താമസിക്കുകയും അവിടെ വരുന്ന ഡ്രൈവേഴ്സിനോട് ബൈബിൾ സ്റ്റോറീസൊക്കെ പറയുകയൊക്കെ ചെയ്തു. അങ്ങനെ എല്ലാ രാത്രിയിലും ഡ്രൈവേഴ്സിനോട് പറഞ്ഞു, ഞാൻ പറയുന്ന ബൈബിൾ സ്റ്റോറീസ് നിങ്ങൾ കേൾക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് താമസിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡ്രൈവേഴ്സിനോട് ദൈവത്തെക്കുറിച്ച് പറയാനൊക്കെ ഗ്ലാഡിസിന് സാധിച്ചു. അങ്ങനെ ഒത്തിരി നാൾ ജെയിനിയുടെ കൂടെ ഗ്ലാഡിസിന് അവിടെ താമസിക്കുവാനും കുറച്ച് ചൈനീസ് ഭാഷകളൊക്കെ പഠിക്കുവാനൊക്കെ ഇടയായി. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ജെയിനി മരിച്ചുപോയി. ജെയിനി മരിച്ചു പോയപ്പം ഗ്ലാഡിസിന് വേറെ ആരും അവിടെ കൂട്ടില്ലായിരുന്നുകൊണ്ട് അവൾ ഒറ്റപ്പെട്ടു. ഒറ്റപ്പെട്ട സമയത്ത് അവൾക്ക് എങ്ങനെയും അവിടെ ജീവിച്ചു പോകണമല്ലോ. അങ്ങനെ അവൾ ജോലി ചെയ്യുവാനൊക്കെ തീരുമാനിച്ചു. അങ്ങനെ ജോലി ചെയ്യുവാൻ ഒത്തിരി പാർലേഴ്സിലും മെയ്ഡായിട്ടും അങ്ങനെ അല്ലാതെ പാഡി ഫീൽഡ്സിലൊക്കെ പോയി താൻ ജോലി ചെയ്ത് ഇരിക്കുമ്പോൾ ഒരു ദിവസം അവളെ അന്വേഷിച്ചൊരു ചൈനയിലെ ഒരു ഗവൺമെൻറ് ലീഡർ കടന്നു വരുന്നു. അങ്ങനെ കടന്നു വന്ന് ഗ്ലാഡിസിനോട് സംസാരിച്ചു. എന്തേലും ഞങ്ങളൊരു ജോലി തന്നാൽ ചെയ്യാവുന്നതെന്നൊക്കെ ചോദിച്ച് സംസാരിച്ചു. അങ്ങനെ ഗ്ലാഡിസിന് ഫുഡ് ഇൻസ്പെക്ടറായിട്ട് നിയമിക്കുവാനിടയായി. ഈ ഫുഡ് ഇൻസ്പെക്ടറായിട്ട് നിയമിച്ചത് എന്തിനാന്ന് വെച്ചാൽ അവിടെയുള്ള പെൺകുട്ടികൾ ചെറുപ്പത്തിൽ തന്നെ ഈ ഫുഡ് ബൈൻഡിങ് എന്ന് പറഞ്ഞൊരു ആചാരം ഉണ്ടായിരുന്നു. ഈ കാലുകൾ കെട്ടി മുറുക്കി വെച്ച് അവർ അങ്ങനെ നടക്കാൻ അവിടെ സമ്മതിക്കത്തുള്ളായിരുന്നു. അപ്പം അത് നിർത്തലാക്കാൻ വേണ്ടിയായിരുന്നു ഇവളെ ഇങ്ങനെ ഒരു ഇൻസ്പെക്ടറായിട്ട് വില്ലേജുകളിലേക്ക് അയച്ചത്. അങ്ങനെ ആ വില്ലേജിലൊക്കെ കടന്നു പോയി അവൾ ഒത്തിരി കുഞ്ഞുങ്ങളെ കാണുവാനും അപ്പം ഇങ്ങനെ കാണുന്ന കുഞ്ഞുങ്ങളോട് യേശുവിനെ കുറിച്ച് പറയാനും അവൾക്ക് സാധിച്ചു. അങ്ങനെ യേശുവിനെ കുറിച്ച് പറഞ്ഞ് കൂടുതലും ഫ്രണ്ട്ലി ആയിട്ട് അവരോട് ഇടപെടാനൊക്കെ തുടങ്ങി. അങ്ങനെ അതുപോലെ ആ കടന്നു പോകുന്ന സമയത്തും ഒത്തിരി ഓർഫൺ കുഞ്ഞുങ്ങളെയും കാണുവാനിടയായി. ആ കുഞ്ഞുങ്ങളെ എല്ലാം കൂട്ടി ഇവള് ഒരു ഓർഫണേജ് സ്റ്റാർട്ട് ചെയ്യുവാൻ തീരുമാനിച്ചു. അങ്ങനെ ഓർഫണേജ് സ്റ്റാർട്ട് ചെയ്ത് ഒത്തിരി കുഞ്ഞുങ്ങളെ ചെറുപ്രായം തൊട്ട് ആരുമില്ലാത്ത കുഞ്ഞുങ്ങളെയൊക്കെ അവിടെ കൊണ്ടുവന്ന് അവളെ പാർപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജപ്പാൻ ചൈനയുമായിട്ട് വാർ തുടങ്ങുന്നത്. ആ സമയത്ത് ചൈന ഗവൺമെൻറ് പറഞ്ഞു, നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് എലോ റിവർ എന്ന് പറഞ്ഞ ആ സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. അവിടേക്ക് പോകാൻ പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള കുഞ്ഞുങ്ങളെയും കൂട്ടി ഗ്ലാഡിസ് അങ്ങോട്ട് കടന്നു പോയി. അപ്പം അത് ഒരു മൗണ്ടൻ കടന്ന് വേണം പോകാൻ. ആ മൗണ്ടൻ കടന്നു പോയി ഒത്തിരി ദൂരം അവർക്ക് യാത്രയുണ്ടായിരുന്നു. അങ്ങനെ യാത്ര ചെയ്ത് ഒത്തിരി ആയപ്പോൾ അവർക്ക് വെള്ളമില്ലായിരുന്നു, ഭക്ഷണമില്ല, ഒത്തിരി അവർ വിഷമിച്ചു. ആ സമയത്തും ദൈവത്തോട് അവർ പ്രാർത്ഥിച്ച് അവർ മുന്നോട്ട് യാത്ര ചെയ്യാൻ തുടങ്ങി. യാത്ര ചെയ്ത് അവർ ആ റിവറിൻ്റെ അടുത്തെത്തിയപ്പോൾ അവർക്ക് അക്കരെ കടക്കാൻ ബോട്ടില്ലായിരുന്ന സമയത്ത് ആ കുഞ്ഞുങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അവിടെ നിന്ന് പാട്ട് പാടിയപ്പം അപ്പുറത്ത് അവിടെ ഉണ്ടായിരുന്ന ചൈനീസ് സോൾജേഴ്സൊക്കെ ഈ പാട്ട് കേട്ട് അവർക്ക് വേണ്ടി ബോട്ട് അയച്ചു കൊടുക്കുകയും അവർക്ക് അക്കരെ കടക്കാനൊക്കെ സാധിച്ചു. അങ്ങനെ ഇവരെല്ലാവരും കൂടെ അവിടെ കുറേ നാൾ ഈ വാർ കഴിയുന്നിടം വരെ അവിടെ താമസിക്കുകയും അവിടെ ഇരുന്ന് ആ കുഞ്ഞുങ്ങളോടെല്ലാം യേശുവിനെ കുറിച്ച് പറയും, അവരെ യേശുവിനെ അടുപ്പിക്കുകയും ഒക്കെ ചെയ്തു. അതിനെല്ലാം ശേഷം ഈ വാറെല്ലാം കഴിഞ്ഞ് ഇവർ തിരിച്ച് ഇവരുടെ നാട്ടിലേക്കൊക്കെ പോയി. അങ്ങനെ ഇരിക്കുമ്പം ഈ ചൈനയിൽ കമ്മ്യൂണിസ്റ്റുകാർ ഭരണം ഏറ്റപ്പം
അവിടെയുള്ള എല്ലാ മിഷണറിമാരോടും പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നാട്ടിലേക്ക് പോകണം, ഇവിടെ യേശുവിനെ കുറിച്ചൊന്ന് പറയാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഗ്ലാഡിസിന് ലണ്ടനിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു. പക്ഷേ ആ ഗ്ലാഡിസിന് അതൊരു ഭയങ്കര വിഷമമുള്ള കാര്യമായിരുന്നു. കാരണം ഇത്രയും കുഞ്ഞുങ്ങളെ ഞാൻ യേശുവിനേക്ക് കൊണ്ടുവന്നിട്ട് അവരെ തന്നെ വിട്ടിട്ട് പോകാൻ ഭയങ്കര വിഷമമായിരുന്നു ഗ്ലാഡിസിന്. അങ്ങനെ ഗ്ലാഡിസ് കടന്നുപോയി, ഇടയ്ക്ക് ചൈനയിലൊക്കെ കടന്നു വരികയും അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് അവിടെ കടന്നു വരാൻ സാധിക്കാതെയായി. പിന്നീട് അവളുടെ അവസാന കാലഘട്ടങ്ങളിൽ തായ്വാനിലേക്ക് വരാനും തായ്വാൻ എന്ന സ്ഥലത്ത് പുതിയ പുതിയ ഓർഫനേജുകൾ സ്റ്റാർട്ട് ചെയ്യും. അവിടെ ഒത്തിരി കുഞ്ഞുങ്ങളെ യേശുവിനെ കുറിച്ച് പറയുകയും ആ ഓർഫനേജിലേക്ക് കൊണ്ടുവരികയും അവരെ വളർത്തുകയും അവരുടെ സ്റ്റഡീസിലൊക്കെ ചെയ്തെടുക്കുകയൊക്കെ ഗ്ലാഡിസിന് സാധിച്ചു. അങ്ങനെ 1970 ജനുവരി 3 ഗ്ലാഡിസ് പ്രായമായി തൻ്റെ 83ാമത്തെ വയസ്സിൽ മരിച്ചു. അങ്ങനെ ഒത്തിരി കുഞ്ഞുങ്ങൾ ഈ ഗ്ലാഡിസ് എന്ന മിഷണറി കാരണം യേശുവിലേക്ക് കടന്നു വരുവാനും യേശുവിനെ അറിയുവാനും ഒക്കെ സാധിച്ചു. അപ്പം ഇന്നത്തെ മിഷണറി സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത സ്റ്റോറിയുമായിട്ട് വരുന്നിടം വരെ ബൈ. ഓക്കെ ഗായ്സ്, എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? യെസ്, ജേർണി ഓഫ് ഫെയ്ത്തിലെ മിഷണറി സ്റ്റോറീസ് വളരെ ഇൻസ്പയർഡ് ആണ്, വളരെ മോട്ടിവേറ്റഡ് ആണ്. സോ നിങ്ങളും അതുപോലെയൊക്കെ എന്ത് ചെയ്യണം? ഒന്ന് മോട്ടിവേറ്റഡ് ആകണം. സോ ഇൻസ്പയർഡ് ആകണം, നന്നായിട്ട് പ്രാർത്ഥിക്കണം, നന്നായിട്ട് ബൈബിളൊക്കെ വായിക്കണം. എത്ര കൂട്ടുകാർ ബൈബിൾ വായിക്കുന്നുണ്ട്? എത്ര കൂട്ടുകാർ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്? ഓക്കെ. അപ്പോൾ ബൈബിളിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങൾക്ക് അറിയാവുന്നത് ഞാൻ ചെക്ക് ചെയ്യട്ടെ. ബൈബിളിൽ ഒരു അമ്മച്ചി പ്രാർത്ഥിക്കുമായിരുന്നു ഒരു മകന് വേണ്ടി. ആ അമ്മച്ചിയുടെ പേര് നിങ്ങൾക്കറിയാവോ? ആ പേരറിയാമെങ്കിൽ പെട്ടെന്നൊന്ന് ടൈപ്പ് ചെയ്തേ. ഞാനൊന്ന് നോക്കട്ടെ ആരൊക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ടെന്ന്. ടൈപ്പ് ചെയ്യുന്നുണ്ട്, കുറച്ച് പേരൊക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. റൈറ്റ് ആൻസർ ഒക്കെ വരുന്നുണ്ട്. അത് തന്നെ, വേറെ ആരും അല്ല, ഹന്ന അമ്മച്ചി. ഓക്കെ, അപ്പൊ ബൈബിളില് ഹന്ന അമ്മച്ചി പ്രാർത്ഥിച്ചു ഒരു മകന് വേണ്ടി. അങ്ങനെ ദൈവം ഒരു മകനെ കൊടുത്തു. ആ മകന്റെ പേരാണ് ശമൂവേൽ. സോ നിങ്ങളും പ്രാർത്ഥിക്കുക, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യും. താങ്ക് യു സോ മച്ച് മെല്ലി ചേച്ചി, ഒരിക്കൽ കൂടി താങ്ക് യു പറയുന്നു. ഇനി നമുക്ക് ക്രാഫ്റ്റ് കാണാം. ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കൃഷ്ണ ചേച്ചി റെഡി ആയിട്ടിരിക്കുകയാണ്. നമുക്ക് വേഗം തന്നെ ചെയ്യാം. എല്ലാവരും വേഗം ഓടി വാ. നമുക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി കൃഷ്ണ ചേച്ചിയെ നമ്മൾ വെൽക്കം ചെയ്യുന്നു. ഹായ് കൂട്ടുകാരെ, പുതിയൊരു ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പെൻ ഹോൾഡറാണ്. അപ്പം അതിന് വേണ്ടിയ സാധനങ്ങൾ പേപ്പറും പശയും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലത്തെ 2 പേപ്പർ വേണേ. എന്നിട്ട് 2ആയിട്ട് മടക്കണം, ഓപ്പോസിറ്റിലും മടക്കണം. അപ്പോൾ നമുക്ക് ഇതുപോലൊരു സ്ക്വയർ പേപ്പർ കിട്ടി. എന്നിട്ട് ഇത് ഓപ്പോസിറ്റ് സൈഡിൽ 2ആയിട്ട് ഹാഫായിട്ട് മടക്കണം. എന്നിട്ട് ഈ പോയിന്റ് എടുത്ത് അകത്തോട്ട് ഇതുപോലെ 2 സൈഡും ഇങ്ങനെ മടക്കണം. എന്നിട്ടത് ഹാഫായിട്ട് മടക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് ഇങ്ങനൊന്ന് മടക്കണം. മറ്റേ പേപ്പറിലും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം. ഹാഫായിട്ട് മടക്കിയിട്ട് ഇതുപോലത്തെ 2 എണ്ണം നമുക്ക് കിട്ടി. 2 പോയിന്റ് ഉണ്ടല്ലോ, അതിനകത്തോട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് ഇതുപോലൊരു സ്ക്വയർ, ഒരു ബോക്സ് ടൈപ്പ് കിട്ടി. ഇതിൻ്റെ 4 എണ്ണം ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളും 4 എണ്ണം അല്ലേ നിങ്ങളുടെ ഇഷ്ടം, 2ഓ 4ഓ, 4 ആണെങ്കിലും ചെയ്യാം, 6 ആണെങ്കിലും ചെയ്യാം. എന്നിട്ട് ഇതുപോലത്തെ ഒരു സ്ക്വയർ പേപ്പർ എടുത്തിട്ട് ഇത് ജസ്റ്റ് ഇവത്തിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് നമുക്കൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ട്. ഇതുപോലെ 4 എണ്ണം ഇതുപോലെ ഒട്ടിച്ചെടുത്തു. എന്നിട്ട് ഈ പേപ്പറിലോട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പം നമ്മുടെ പെൻ ഹോൾഡർ ഈസ് റെഡി. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ പെൻ ഹോൾഡർ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇത് ട്രൈ ചെയ്യാൻ മറക്കല്ലേ. ബൈ.
എങ്ങനെ ഉണ്ടായിരുന്നു ക്രാഫ്റ്റ്? നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ക്രാഫ്റ്റ് ആണ് ഇന്ന് നമ്മൾ കണ്ടത്. നിങ്ങൾ സ്കൂളിലൊക്കെ പോയിട്ട് വരുമ്പോൾ നിങ്ങളുടെ പെൻസിലും നിങ്ങൾക്ക് ഉള്ള സ്കെയിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി ഒരു പെൻസിൽ വെക്കുന്ന ഒരു ഹോൾഡർ അല്ലെങ്കിൽ ഒരു ബോക്സ് ഒക്കെ എന്ന് പറയാം. അങ്ങനെയുള്ള ഒരു സാധനമാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത്. സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഞങ്ങൾക്ക് ആ ഫോട്ടോയോ വീഡിയോ ഒക്കെ ഒന്ന് അയച്ചുക. ഞങ്ങൾ ഇതിവിടെ ടെലികാസ്റ്റ് ചെയ്യും. നിങ്ങളുടെ ഫ്രണ്ട്സും കൂടെ ഒന്ന് കാണട്ടെ. ഓക്കെ, അപ്പൊ അത് മറക്കരുത്. താഴെ നമ്പർ നമ്മൾ കാണിക്കുന്നുണ്ട്. സോ അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ക്രാഫ്റ്റ് ചെയ്യുക. അപ്പൊ നമ്മുടെ കുട്ടി സ്റ്റാർ റെഡി ആയിട്ടിരിക്കുകയാണ്. വേറെ ആരുമല്ല, എസ്തേർ ഒലിവിയ ബെൻസൺ. അപ്പോൾ എസ്തേർ ഒരു മനോഹരമായ ഒരു വാക്യം നിങ്ങൾക്ക് പറയാൻ പോവുകയാണ്. സോ അത് കേട്ടിട്ട് വേഗം ഓടിവാ എസ്തേർ, ഓടിവാ. എസ്തേർ വരുന്നുണ്ട്. സോ എസ്തേറിന് നല്ലൊരു കൈഡി കൊടുക്കുന്നു. വെൽക്കം. ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് പുതിയ വാക്യം പഠിക്കാം. സങ്കീർത്തനം 106:1. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. എല്ലാരും പഠിക്കണേ. ബൈ. എങ്ങനെ ഉണ്ടായിരുന്നു എസ്തേർ വാക്യം പറഞ്ഞത്? നല്ല കുട്ടി സ്റ്റാർ ആയിട്ട് അവള് മടിക്കായിട്ട് ബാക്കിയൊക്കെ പറഞ്ഞു. അപ്പോൾ എസ്തേറിനെ പോലെ ഒരുപാട് കുട്ടി സ്റ്റാർ ഈ ലൈവ് കണ്ടോണ്ടിരിക്കുന്നുണ്ട്. സോ നിങ്ങളും നിങ്ങളുടെ വാക്യങ്ങളോ കഥകൾ പറയുന്നതോ ദൈവം തന്ന താലന്ത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രദർശിപ്പിക്കുവാൻ ഈ കുട്ടീസ് വേൾഡ് റെഡിയാണ്. നിങ്ങൾ വേഗം ഞങ്ങളെ വിളിക്കുക. നിങ്ങൾക്ക് വേണ്ടിയുള്ള അവസരങ്ങൾ ഇവിടെ റെഡിയാണ്. സോ വേഗം ഞങ്ങളെ വിളിക്കുക. അപ്പോൾ കുട്ടി സ്റ്റാർ ചെയ്ത എസ്തേറിനെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു. അയ്യോ, ഇന്ന് നമ്മുടെ എപ്പിസോഡ് തീരാൻ പോവുകയാണ്. പക്ഷേ എപ്പിസോഡ് തീരുന്നതിന്റെ വിഷമത്തിനേക്കാൾ എനിക്ക് ഒരു സന്തോഷമുണ്ട്. എന്താണെന്നറിയാമോ? അയ്യോ, എൻ്റെ കല്യാണമൊന്നുമല്ല, അയ്യോ എൻ്റെ ബർത്ത്ഡേ ഒന്നുമല്ല, അതൊന്നുമല്ല സന്തോഷം. നമ്മുടെ എക്സൽ VBSന്റെ 2027 തീം റിലീസ് ആണ്. എല്ലാവരും അങ്ങനെ വളരെ എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പോൾ 2027 എക്സൽ VBSന്റെ തീം എന്താണെന്ന് അറിയും. സോ എല്ലാവരും ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക. നമുക്ക് എന്താണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് കുട്ടീസ് വേൾഡിന്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇവിടെ പ്രോഗ്രാം ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ കുട്ടീസ് വേൾഡിന്റെ ഇനി മറ്റൊരു എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ബൈ. ദിസ് ഈസ് സൈനിങ് ഔട്ട്, ബണ്ണി. ബൈ.